ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പാർലേജി ബിസ്ക്കറ്റ് കൊണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ബാർലി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, 4 എണ്ണം മാത്രമേ ബാർലി ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റെല്ലാം പൊട്ടിച്ച് എടുക്കാം. എന്നിട്ട് പൊടിച്ചെടുക്കണം, പഞ്ചസാരയും ചേർത്തിട്ട്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റെല്ലാം പൊട്ടിച്ചെടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഇതാ ബിസ്ക്കറ്റെല്ലാം ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിലേക്കെല്ലാം ഇടണം. അതിന് വേണ്ടി കുറച്ച് പാലെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ കുറച്ച് വേണം. പിന്നെ അതിൻ്റെ മേലെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു ലേശം മുന്തിരി അതും എടുത്തിട്ടുണ്ട്. കാണുന്നില്ലേ? നോക്കട്ടെ, കാണുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കണം. ഇതാ, പിന്നെ ഇത് ബേക്കിംഗ് സോഡയാണ്, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടിയാണ് നമുക്കിത് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ്, പിന്നെ വാനില എസൻസ് അതും എടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റെല്ലാം പൊടിച്ചെടുക്കട്ടെ. ഇതിൻ്റെ അകത്ത് പൊട്ടിച്ചിടട്ടെ. പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ വേഗം നമുക്ക് പൊടിഞ്ഞ് കിട്ടും. പിന്നെ പഞ്ചസാരയും കുറച്ച് ആവശ്യത്തിന് ചേർക്കുക. ഒരുപാട് ചേർക്കണ്ട, കുറച്ച് മതി. നമുക്ക് ഏത് ബിസ്ക്കറ്റാണോ വേണ്ടത് അതിനെക്കൊണ്ട് നമുക്കാക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതാണെന്നുള്ളത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് കുറച്ച് എടുത്ത് വാങ്ങിക്കൊണ്ടാച്ചതുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ കൊണ്ടൊന്നാക്കാം. അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ 2 പാർട്ടായിട്ട് പൊടിക്കുന്നു. എന്നാൽ വേഗം പൊടിച്ച് കിട്ടുമല്ലോ. എല്ലാം ഒരുമിച്ച് പൊടിച്ചിട്ട് ചിലപ്പോൾ പൊടിച്ചിട്ടില്ലെങ്കിലോ, അതുകൊണ്ട് കുറേശ്ശെ ഇട്ടിട്ട് ഞാൻ പൊടിച്ചെടുക്കാം ഗൈസ്. പഞ്ചസാര ഇടട്ടെ. നമുക്ക് കുറച്ച് പഞ്ചസാര മതി. അപ്പോൾ ബിസ്ക്കറ്റിന് മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് മധുരം ഞാൻ ചേർക്കുന്നില്ല. ബിസ്ക്കറ്റിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാര. ഇനി കുറച്ച് അടുത്ത ബാച്ച് കൊടുക്കുമ്പോൾ അന്നേരം കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ട് വരുന്ന. അപ്പോൾ ഇതാ ഒരിക്കൽ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിയെങ്ങാനുണ്ടെങ്കിൽ അരിച്ചെടുക്കുന്നതാണ്. ചിലപ്പോൾ പൊടിയാണ്ടെങ്ങാനും നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കണ്ടേ. അപ്പോൾ ഇനി അടുത്തും കൂടി പൊടിച്ചെടുത്തിട്ട് വരുന്നു. അപ്പോൾ ഇതാ രണ്ടാമത്തേലും പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ബേക്കിംഗ് സോഡ എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് അരിച്ചെടുക്കാം. ഗൈസ്, ഇത്രയും തരിയുണ്ട് കണ്ട. ഈ തരി അതിൻ്റെ അകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ കളയട്ടെ. ആ പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ അടുത്തും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഗൈസ്, ഇത്രയും തരികളുണ്ട്. വേണ്ടെങ്കിൽ ഇത് വീണ്ടും പൊടിച്ചെടുക്കാം. പക്ഷേ ഇവിടെ ഇപ്പം കറണ്ട് പോയി, അതുകൊണ്ട് ഇനിയിപ്പം പൊടിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം അരിച്ചെടുത്ത് ഞാൻ എല്ലാം കൂടി മിക്സാക്കട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് വേറെ ഇനി മുട്ട അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. വെറും ഇത് മാത്രം വെച്ചിട്ടാണ്, മൈദ ചേർക്കുന്നില്ല, ഒന്നും ചേർക്കുന്നില്ല. ഇത് മാത്രം വെച്ചിട്ടുള്ള പരിപാടിയാണ്.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായേൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട്, എനിക്കെന്തോ ഏലക്കായ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഏലക്കായ് ഇടും ഗൈസ്. അപ്പോൾ അത് ഞാൻ പഞ്ചസാരയും കൂട്ടി പൊടിച്ചോ കുറച്ചുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലൊരു മണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് പാല് ചേർത്തിട്ട് മിക്സാക്കാം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കലക്കിയെടുക്കാം. പാലിലേക്ക് ഇത് കലക്കിയെടുക്കാം. കട്ടയൊന്നുമില്ലാണ്ട് കലക്കിയെടുക്കണം. ഇപ്പോൾ കുറച്ചുകൂടി പാലൊഴിക്കണം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത്. ഇപ്പം എല്ലാം മിക്സാക്കിയിട്ട് കാണിച്ചു തരാം. ഒരുപാട് ലെങ്തായിപ്പോണ്ട. അപ്പം ഈ ഒരു ഗ്ലാസ്സിൽ എടുത്ത പാല് മുഴുവൻ ഞാൻ ഒഴിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, കണ്ടല്ലോ. അപ്പോൾ ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. ഒരു ലേശം, ഞാൻ അളക്കുന്നൊന്നുമില്ല, ഏകദേശം കുറച്ച് ഒന്ന് കേക്ക് ക്ലിയർ ആവാൻ. ഓക്കെ, കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിതിലേക്ക് വാനില എസൻസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കറണ്ട് വന്ന് ഇപ്പോൾ പൊട്ടിച്ചിട്ടില്ല വാനില എസൻസ്. അപ്പോൾ പഴയതുണ്ടോ നോക്കട്ടെ, തീരാനായതൊന്നുണ്ടായിരുന്നു. അതിൽ കുറച്ചുണ്ട്, അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തു, ഒരു ഫ്ലേവറിനുള്ളത്. മറ്റേ കുപ്പി പൊട്ടിച്ചില്ല, അത് ഇങ്ങനെ കളറില്ലാത്ത വാനില എസൻസാണ്. അപ്പോൾ ഒരു ലേശം നെയ്യ്, ഒരു നെയ്യിൻ്റെ രുചിക്ക് കുറച്ച് മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാം ആക്കി മിക്സാക്കി വെക്കട്ടെ. അപ്പോൾ എല്ലാം കൂടി ഞാനൊന്ന് മിക്സാക്കട്ടെ. വാനില എസൻസ്, സൺഫ്ലവർ ഓയിൽ, നെയ്യ് എല്ലാം കൂടി. ഓക്കെ, ഇതാ ഈ ഒരു പരുവത്തിലാണ് കൂട്ടുണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ ടിന്നെടുത്ത് അതിലേക്കിത് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ഒഴിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഗ്യാസ് ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഏതായാലും കേക്കല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇനി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ കേക്കിൻ്റെ ഒരു ഭംഗി വേണ്ടേ എന്നുള്ള ഇതിന് ഇട്ട് കൊടുക്കുന്നതാണ്. മറ്റല്ലാണ്ട് ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ വെച്ച് കുഴപ്പമില്ല. ഏതായാലും കേക്ക് എന്നല്ലേ പറയുന്നു, അപ്പം അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് ഗൈസ്. അപ്പോൾ മുന്തിരി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്കാകുമ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ, പ്ലം കേക്ക് ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഓക്കെ, ഇനി ഞാനിത് കുക്കറാണ് ഞാൻ വെച്ചിട്ടുള്ളത്, കുക്കറിലേക്ക് എടുത്ത് വെക്കട്ടെ. കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ചു കൊടുക്കാം നമുക്ക്. കുക്കറിൻ്റെ വെയിറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ കുക്കർ ഇവിടെ അടച്ചു. ഇനി ആയതിൻ്റെ ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്
എൻ്റെ കേക്കായോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുത്തി നോക്കട്ടെ. വാവ്, അടിപൊളിയായിട്ടായിട്ടുണ്ട്. ഇത് എവിടെയും പറ്റിയില്ല. അപ്പോൾ നമുക്കിനി തീ ഓഫാക്കാം. എന്നിട്ട് നമ്മളെ കേക്കിനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ കേക്കിനെ ഞാൻ എടുത്ത്. അപ്പോൾ ഗൈസ്, ഞാൻ ചൂടോട് കൂടി തന്നെ തട്ടുന്നതാണ്, തണിയാനൊന്നും കാക്കുന്നില്ല. അപ്പോൾ ഓക്കെ, തട്ടിയിട്ടുണ്ട്. എടുത്തൊന്ന് മാറ്റി വെക്കട്ടെ. നല്ല ചൂടുണ്ട് ഗൈസ്. ഇതാ നല്ല സോഫ്റ്റ് കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ചൂടായതുകൊണ്ട് മുറിച്ചാൽ കിട്ടുമോയെന്നറിയില്ല. എന്നാലും ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തന്നേക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കൂലേ ഇവരുണ്ടാക്കിയിട്ട് മുറിച്ച് കാണിക്കുന്നില്ലെന്ന്. അപ്പോൾ ആ ഒരു സംശയം വേണ്ട, മുറിച്ച് കാണിക്കാം. ഇതാ ചെറിയൊരു പീസ് ഞാൻ മുറിക്കുന്നുണ്ട്. ചൂടായത് കൊണ്ടാണ്. തണിഞ്ഞിട്ട് വേണം ഇത് ശരിക്കും പറഞ്ഞാൽ മുറിക്കാൻ. എന്നാലും നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ട് ഞാനിത് ഒരു പീസ് മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ട, ആവി പോകുന്നതാണെന്നുണ്ട്. നിങ്ങൾ തണിഞ്ഞിനില്ല. തണിഞ്ഞതിന് ശേഷം ഞാൻ എടുക്കുന്നത്. ഇതാ ആവി പോകുന്നതാണ്ട. ഇതാ നല്ല സോഫ്റ്റാണ്, അടിപൊളിയാണ്. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ബിസ്ക്കറ്റിനെ കൊണ്ടുണ്ടാക്കിയ കേക്ക് ഗൈസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.